ആകാശപ്പോര് തുടങ്ങിയോ സാർ? ഇന്ത്യ തടുത്തും തിരിച്ചടിച്ചും മുന്നേറുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഈ ലഘുവായ സംഘർഷത്തിൽ തുടങ്ങി ഒരു കനത്ത ആക്രമണത്തിലേക്ക് പോയിരിക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു, അല്ലേ? അങ്ങനെയല്ല സംഭവം. അവരാണ് തുടങ്ങി വെച്ചത് പഹൽഗാം ആക്രമണത്തിലൂടെ. അതിനു മുമ്പ് പാകിസ്ഥാൻ്റെ സൈനിക മേധാവി പറഞ്ഞ വാക്കുകൾ എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. നമ്മൾ രണ്ട് സംസ്കാരമാണ്, അതുകൊണ്ട് കാശ്മീർ നമ്മൾ പിടിച്ചിരിക്കും. പിന്നെ ഞങ്ങളുടെ വെയിൻ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടത്, അത് മുറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകും. അപ്പോൾ അവർക്ക് അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ളൊരു ആവേശമൊക്കെ പട്ടാളക്കാരിലും പാകിസ്ഥാൻകാരിലെ മത തീവ്രവാദികളിലും ഫണ്ടമെൻ്റലിസ്റ്റുകളിലും മതമൗലികവാദികളിലും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കേണ്ട ഒരാൾ വാക്കുകൾ വളരെ അശ്രദ്ധമായിട്ടും പ്രകോപനപരമായിട്ട് ഉപയോഗിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് 5 തെമ്മാടികൾ വന്നിട്ട് പഹൽഗാമിൽ വന്നിട്ട് കലിമ ചോദിക്കുക, വസ്ത്രം അഴിച്ചു നോക്കുക തുടങ്ങിയ ഹീനകൃത്യങ്ങൾ, നീചവും നിഷ്കൃഷ്ടവും ലോകത്തിന് പരിഷ്കൃത ലോകത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത്. നീ പോയി നിന്റെ മോഡിയോട് പറ. സിന്ധുവിൻ്റെ നദീജലം കുടിച്ചുകൊണ്ട് സൈന്ധവ സംസ്കാരത്തിനും സിന്ദൂരത്തിനുമെതിരെ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയുടെ സഹായമില്ലാതെ ഒരു എന്താ പറയുക, ഒരു പുൽനാമ്പ് പോലും അവിടെ മുളക്കില്ല. അസഹിഷ്ണുത, അതാണ് അവർ കാണിച്ചത്. സിന്ധു എന്ന് പറയുന്ന ആ സംസ്കാരം അവർ അംഗീകരിച്ചില്ലെങ്കിൽ സിന്ധു നദിയെങ്കിലും അംഗീകരിക്കണം. അതെ, ആ സിന്ധു നദിയെയും അപമാനിച്ചുകൊണ്ടുള്ള വർത്തമാനങ്ങളും ഒക്കെയാണ് ആ സൈന്ധവ സംസ്കാരത്തെയും ഒക്കെ. ആ സൈന്ധവ സംസ്കാരത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. സഹോദരന്മാരാണ് വാസ്തവത്തിൽ. ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേരിൽ വിഭജിക്കാവുന്ന സംസ്കാരങ്ങളല്ല. അപ്പോൾ അതൊക്കെ മറന്നുകൊണ്ട്, അതെല്ലാം പാടെ മറന്നുകൊണ്ട് ഉള്ള ഒരു നിലപാടും വാക്കുകളും ഒരു പട്ടാള മേധാവിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാത്ത പ്രകോപനപരമായിട്ടുള്ള ഒരു അറ്റാക്കാണ് നടന്നിട്ടുള്ളത്. അതിർത്തിയിലുള്ള ഒരു വെടിയൊച്ചയാണ് അദ്ദേഹം മുഴക്കിയത്. ആ വെടിയൊച്ച ഇപ്പോഴും തുടരുന്നുണ്ട് അവർ പ്രകോപനപരമായിട്ട്. എങ്ങനെ പ്രകോപിപ്പിച്ച് ഇന്ത്യയെ ഒരു യുദ്ധത്തിലേക്ക് ഉണ്ടാവും എന്നുള്ളതാണ് അവരുടെ ഗവേഷണം. അപ്പോൾ ഇന്ത്യ നടത്തിയത് വളരെ തന്ത്രപരമായിട്ടുള്ള നോൺ എസ്കലേറ്ററി ആയിട്ടുള്ള, ഇസ്രായേൽ ആക്രമിച്ചപ്പോഴും അവിടുത്തെ സ്കൂളുകളും ആശുപത്രികളും സാധാരണക്കാരും ഒക്കെ മരിച്ചതായിട്ടാണ് പറയുന്നത് റിപ്പോർട്ടുകൾ അവിടെ വരുന്നത്. നമുക്കത്ര പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല, കാരണം ഒരുപാട് നറേറ്റീവുകൾ സൃഷ്ടിക്കപ്പെടുന്നു. അതെപ്പോഴും ഈ തീവ്രവാദികളുടെ പക്ഷത്തായിരിക്കുന്നതാണ് ഇപ്പോഴത്തെ ലോകത്തിൽ, സത്യാനന്തര കാലത്ത് അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതെത്ര എങ്കിലും അങ്ങനെ സംഭവിച്ചു എന്ന് വാർത്തകളെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അതുമില്ല. ഒരൊറ്റ സിവിലിയനെ കൊല്ലാതെ, ഒരു മിലിറ്ററി ഇൻസ്റ്റലേഷന് നേരെ ആക്രമണം നടത്താതെ, ഒരു പട്ടാളക്കാരനെയും കൊല്ലാൻ ഇന്ത്യ ശ്രമിച്ചിട്ടില്ല. പ്രിസിഷൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ഇസ്രായേലാണ്. ആ ഇസ്രായേൽ പോലും തോറ്റിടത്ത് നമ്മൾ ജയിച്ച് വീരജവാന്മാരായിട്ട്, അല്ലെങ്കിൽ അതെ വീര വനിതകളായിട്ട് നമ്മൾ തിരിച്ചു വന്നു. അതെല്ലാം കൃത്യമായിട്ട് വിശദീകരിച്ച് അതിൻ്റെ സത്യം മുഴുവൻ പറഞ്ഞു, തെളിവുകളുടെ സഹായത്തോടു കൂടി. ചുമ്മാ പാചകൊടിക്കുകയല്ല. അതേസമയം പാകിസ്ഥാൻ സൈനിക മേധാവി ഞങ്ങൾ ഇന്ത്യൻ വിമാനങ്ങൾ 5 വിമാനം അടിച്ചിട്ടു എന്ന അവകാശവാദത്തിന് CNN ചാനലിൻ്റെ റിപ്പോർട്ടർ തെളിവ് ചോദിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കുക എന്നാണ്. സോഷ്യൽ മീഡിയയിൽ നോക്കിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, പണ്ടെങ്ങോ മിഗ് വിമാനങ്ങൾ 2021 അതിർത്തിയിൽ തകർന്നു വീണിട്ടുണ്ട്. ഫ്ലൈറ്റ് സാധാരണമാണത്, പരിശീലനത്തിനിടയിൽ തകർന്നു വീഴാറുണ്ട്. കാരണം അത് കൈകാര്യം ചെയ്യാൻ വലിയ വിഷമമുള്ള റഷ്യയുടെ തന്നെ വിമാനങ്ങളാണ്. അപകടങ്ങൾ ഒരുപാടുണ്ടായിട്ട് അങ്ങനെ തകർന്ന വിമാനങ്ങളുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയ വിമാനങ്ങളാണ്. ഇതിലിപ്പോൾ റഫാൽ വിമാനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അല്ലാതെ മിഗ് വിമാനങ്ങൾ ഉപയോഗിച്ചിട്ടേ ഇല്ല. അപ്പോൾ ആ കള്ളി വെളിച്ചത്തായിട്ടുണ്ട്. ആ കാര്യത്തിൽ വളരെ കാര്യമായിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയ ആൾ തന്നെ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. വോൾട്ട് ന്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൻ്റെ മുഹമ്മദ് സുബൈർ എന്ന് പറയുന്ന ഒരു മുസ്ലിം തന്നെയാണ്. ആ ഇസ്ലാം മതത്തിൽപ്പെട്ട ആൾ തന്നെയാണ് അതിൻ്റെ കള്ളി വെളിച്ചത്ത് കൊണ്ടുവന്നത്. അപ്പോൾ കള്ളം പറയുന്ന ആളുകളെ വിജയിക്കുന്ന ആളെ ഇപ്പോൾ കാണാൻ പോലും ഇല്ല പാകിസ്ഥാനിൽ. അയാളാണ് ഇതിനെല്ലാം തുടക്കം കുറിച്ച വാക്കുകൾ, തീപ്പൊരി വാക്കുകൾ ഉപയോഗിച്ചത്. ഹിറ്റ്ലർ എങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇൻസിൻഡയറി ആയിട്ടുള്ള സ്പീച്ച് ജൂതന്മാരെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ചു, അതുപോലെ ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള വാക്കുകളാണ് അയാളുടെ വായിൽ നിന്ന് വന്നത്.
ഒരു മുസ്ലിം തന്നെ അത് പൊളിച്ചു കൊടുത്തു. അയാൾ പറയുന്നത് കള്ളമാണ്. അത് ഇന്ത്യക്ക് ധാർമ്മികമായ വൻ വിജയമാണ്. പിന്നെ അവരെ ഈ ചെയ്ത പഹൽഗാമിലെ ഈ ചെയ്ത്തിന് നമ്മൾ ചെയ്തത് അവരുടെ 21 പരിശീലന കേന്ദ്രങ്ങളിൽ 10 എണ്ണം തകർക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഇവിടെയും കള്ളം പറഞ്ഞവർ പാകിസ്ഥാനിലെ മത സ്ഥാപനങ്ങൾക്ക് നേരെ ഇന്ത്യ ആക്രമണം നടത്തിയെന്നൊക്കെ ഇസ്ലാമിക ലോകത്തിൻ്റെ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട് അവരെ പറഞ്ഞു പരത്തി ആ വാർത്തകൾ ഇപ്പോഴും വിദേശ രാജ്യങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇസ്ലാമിക രാജ്യത്തിലെ ഒരൊറ്റ രാജ്യം പോലും അവർക്ക് പിന്തുണയുമായി എത്തിയില്ല. എത്തിയത് ഞാൻ മുമ്പ് കറുത്ത കുതിര എന്ന് പറഞ്ഞ നമുക്ക് വിശ്വസിക്കാൻ ഒരിക്കലും കൊള്ളാത്ത ടർക്കി എന്ന് പറയുന്ന രാജ്യം മാത്രമാണ്. ആ ടർക്കി മാത്രമാണ് അവരോട് ഇപ്പോഴും ഒട്ടി നിൽക്കുക. ഈ നീച രാഷ്ട്രത്തോട് ഇപ്പോഴും ഒട്ടി നിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം അതിനേക്കാൾ നികൃഷ്ട രാജ്യമാണ് ടർക്കി എന്നത് മാത്രമാണ്. പിന്നെ ഉള്ളത് ചൈനയാണ്. അതെ, അങ്ങനെയുള്ള പിന്നെ ചൈന പണ്ട് കൊടുത്ത സഹായങ്ങളാണ്. ഇപ്പം ചൈന ഇടപെട്ടിട്ടില്ല. ഒരു ഖേദകരമെന്ന് പറഞ്ഞതല്ലാതെ ഒരു തരത്തിൽ ഇപ്പോഴത്തെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല. ആ ചൈനയുടെ സംവിധാനമാണ് അവർ റാവൽപിണ്ടിയിലെ അവരുടെ സൈനിക ആസ്ഥാനത്തിന് നൽകിയിരുന്ന ആ സുരക്ഷയാണ്. അത് നമ്മൾ പൊളിച്ച് അടുക്കി കൊടുത്തു. തകർന്ന് തരിപ്പണമായിട്ട് മണ്ണോട് മണ്ണ് ചേർന്ന കമ്പോട് കമ്പില്ലാതായി തീർന്നു ആ സ്ഥാപനം. അപ്പോൾ ചൈനയുടെ പ്രതിരോധ ശക്തി എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. HQ-9 എന്ന് പറയുന്ന സംവിധാനമാണ്. അതേസമയം നമ്മൾ ഉപയോഗിച്ചത് S-400 എന്ന് പറയുന്ന S-400 എന്ന് പറയുന്ന സുദർശന ചക്രം. സോവിയറ്റ് റഷ്യയിൽ നിന്ന് നമ്മൾ 70,000 കോടി രൂപ കൊടുത്തു വാങ്ങിയ സംവിധാനമാണ്. വില കൊടുത്തു വാങ്ങിയ സംവിധാനം. റഷ്യയെ നമുക്ക് വിശ്വസിക്കാം ഏത് കാലത്തും. ഈ ആക്രമണം നടക്കുമ്പോഴും റഷ്യ നമ്മോടൊപ്പം നിങ്ങൾ തീവ്രവാദികളെ ആക്രമിച്ചോളൂ, ഞങ്ങൾ പിന്നിലുണ്ടെന്ന് വാക്കാം. ഒരു കരാറിൻ്റെയും പിൻബലമില്ലാതെ റഷ്യ നമ്മൾ അത്രമാത്രം അവരെ സഹായിച്ചില്ല യുക്രൈൻ യുദ്ധത്തിൽ. എങ്കിൽ പോലും അവർ നമ്മളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നു. നമുക്ക് ധൈര്യം തരുന്ന വാക്കുകൾ അവർ പകർന്നു തന്നു. അതുപോലെ അവരുടെ മിസൈൽ 100 കണക്കിന് ഡ്രോണുകളെ ഇന്ത്യയിലേക്ക് അയച്ചിട്ടും 8 മിസൈലുകൾ ജമ്മുവിലേക്ക് അയച്ചിട്ടും അതിനെയൊക്കെ ഇത് ആക്ടിവേറ്റ് ചെയ്തപ്പോഴത്തേക്ക് അതിനെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി മണ്ണോട് മണ്ണാക്കി വീഴ്ത്തി. പൂർണ്ണമായിട്ടും അവരുടെ ആക്രമണം പാടെ പരാജയപ്പെട്ടു. പക്ഷേ ആ ആക്രമണത്തിന് നമ്മൾ കൊടുത്ത തിരിച്ചടിയോ 100% ഫലപ്രദമാവുകയും ചെയ്തു. അങ്ങനെ പാകിസ്ഥാൻ ഇപ്പോൾ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. നാണം കെട്ടു. കാരുണികനായ ദൈവം ഇതെല്ലാം കണ്ടു നിൽക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് പാകിസ്ഥാൻ ഇപ്പോൾ ടുക്കടയായിക്കൊണ്ടിരിക്കുകയാണ്. ഇമ്രാൻഖാൻ്റെ പാർട്ടിക്കാർ ഇസ്ലാമാബാദിൽ ഇപ്പോൾ ഗവൺമെൻറ്റിനെതിരെ പ്രകടനം നടത്തുന്നു. മറുവശത്ത് സൈനിക മേധാവി, ആ മതതീവ്രവാദി, അവൻ ഒളിവിൽ പോയിരിക്കുന്നു. എവിടെയാണെന്ന് ഒളിച്ചു പോയിരിക്കുന്നു. അവിടുത്തെ പ്രധാനമന്ത്രി പോലും ഒളിച്ച് അണ്ടർഗ്രൗണ്ടിൽ പോയിരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയുടെ 15 കിലോമീറ്റർ അടുത്ത് ചെന്ന് പതിച്ചിരിക്കുന്നു ഇന്ത്യ അയച്ച മിസൈൽ. ഭയന്നുപോയി, വിരണ്ടുപോയി, ഒളിവിൽ പോയി. അങ്ങനെ ഇതിൽ കൂടുതൽ ഒരു രാജ്യത്തിന് നാണക്കെടാൻ മറ്റെന്തെങ്കിലും വേണോ? പിന്നെയും ഉത്തരവാദിത്തമില്ലാത്ത ഒരു രാജ്യമായിട്ട്, നായകനില്ലാത്ത രാജ്യങ്ങളായിട്ട് എന്തു ചെയ്യണമെന്നറിയാതെ മിസൈലും ഡ്രോണുകളും ഒക്കെ എങ്ങോട്ടയക്കണമെന്നറിയാതെ അവർ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിനെല്ലാം തകർത്ത് തരിപ്പണമാക്കുന്നുണ്ട്. വീണ്ടും തിരിച്ചടി ആവശ്യപ്പെടുകയാണ്. അവർ ചോദിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.